വെൽക്കം ബാക്ക് ടു AK റിവ്യൂ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഷെയ്നൈസ് തിയേറ്ററിലാണ്. രേഖാചിത്രം എന്ന സിനിമ, ആസിഫ് അലിയുടെ സിനിമ കാണാൻ ഇവിടെ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. 2:30ക്കാണ് ഷോ. സിനിമ തുടങ്ങുന്ന 10 മിനിറ്റ് മുന്നേ അവർ തിയേറ്ററിൽ അലോ ചെയ്യുള്ളൂ. അപ്പോൾ അതുവരേക്കും കാത്തിരിക്കാം. അപ്പോൾ സിനിമയുടെ അഭിപ്രായമായിട്ട് കാത്തിരിക്കുക. അതുവരേക്കും വെയിറ്റ്. സ്ക്രീൻ 3 ആണ് കേട്ടോ. ഓ അമ്പോ സെറ്റ്. അങ്ങനെ രേഖാചിത്രം എന്ന സിനിമ കണ്ടു. സിനിമ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ എത്തി. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ അപ്പുറം ഇടണമെന്ന് വീഡിയോ ഇട്ട് അപ്പുറം അറിയിക്കണമെന്ന് അത് വിചാരിച്ചു. പിന്നെ ഞാനൊന്ന് ചിന്തിച്ചു, ഒന്ന് കുടിച്ച് ഫ്രഷായിട്ട് അപ്പുറം പറയാമെന്ന് വെച്ചു. ഒരു ചേഞ്ചിന് മാറ്റി പിടിക്കാം. അപ്പോൾ അധികം വൈകാതെ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ പടം. കാരണം എനിക്ക് അത്രയും പറയാനുള്ളൂ. കാരണം ഇത് ഗംഭീരം. ഈ വർഷം ഞാൻ രണ്ടാമത് കണ്ട സിനിമയാണ് രേഖാചിത്രം. കാരണം ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം സിനിമ എന്ന് ഞാൻ 100% എടുത്ത് പറയാം. എനിക്ക് സിനിമ കിഷ്കിന്ദക എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫ് അലി പിന്നെയും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സിനിമകളിലായിട്ട്. ആദ്യം കിഷ്കിന്ദകാന്തം, ഇപ്പോൾ രേഖാചിത്രം എന്ന സിനിമയും എല്ലാം കൊണ്ടും എത്ര ഗംഭീരമായിട്ട് എടുപ്പിച്ചിട്ടുണ്ട് ഈ സംവിധായകൻ. ഒരു ജോഫിൻ ഡി ചാക്കോ മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം വൺസ് അഗെയിൻ ഹി പ്രൂവ്ഡ് ഹി വാസ് ബ്രില്യൻറ്റ്. കാരണം അത്ര ഗംഭീര ഡയറക്ഷനും മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും എക്സിക്യൂഷൻ, പിന്നെ നല്ല ഗംഭീര സ്ക്രിപ്റ്റോടെ 2 കാലഘട്ട കഥയായിട്ട് വന്ന സിനിമയാണ് ഇത്. അത് ആ 2 കാലഘട്ടവും വളരെ അതിഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല. അത്ര അടിപൊളിയായിട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഒരു പക്ക ഒരു ക്ലാസിക് വൈബ് ഫീൽ ചെയ്ത് തരുന്നൊരു പോലെയായിരുന്നു ഈ സിനിമ മൊത്തം കാണുമ്പോൾ. ഒരു പോസിറ്റിവിറ്റി വൈബ് ഈ സിനിമ മൊത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ വേറെ കാര്യം, ഈ സിനിമയുടെ കൺസെപ്റ്റ് എന്താണെന്ന് പലർക്കും അറിയാമല്ലോ. 1985 അതായത് 1955 മമ്മൂക്കയുടെ ഷൂട്ടിങ് ചെയ്തിരുന്ന കാതോട് എന്ന സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭരതൻ സാറ് ഡയറക്റ്റ് ചെയ്ത കാതോട് എന്ന സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ. ആ ഒരു കൺസെപ്റ്റ് ലെവലിൽ 2 കാലഘട്ടം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചൊരു പടമാണ്. സിനിമയുടെ തുടക്കം പറയുകയാണെങ്കിൽ തുടക്കം ഇത്തിരി സ്ലോ ആയിട്ട് തുടങ്ങിയാലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് ആദ്യ പകുതി കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ ശേഷം സിനിമയുടെ 2ാം പകുതി അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്നും പറയാനില്ല, ആദ്യ പകുതി കണ്ടതിനേക്കാളും കൂടുതലൊരു ഉഷാർ എന്നൊരു 2ാം പകുതിയാണ്. പിന്നെ അവസാനത്തെ 30 മിനിറ്റ് ക്ലൈമാക്സ് എടുക്കുന്ന സീൻ, അതൊക്കെ വളരെ വളരെ കിഡിലുമായിട്ട് തോന്നി. കിഡിലം. ഓവറോൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്തത്. ഈ സിനിമയിൽ ആസിഫ് അലിയും അനശ്വരയും രണ്ടുപേരും തകർത്തു. ഈ സിനിമ കൊണ്ടുപോയത് 2 പേരുമാണ്. നായകനും നായികയായിരുന്ന ഇവർ 2 പേരുമാണ് സിനിമയിൽ സ്കോർ അടിച്ചത്. പിന്നെ ഈ സിനിമയിൽ ബാക്കി അഭിനയിച്ച മനോജ് കെ ജയൻ, ജഗദീഷ്, എല്ലാവരും ഹരിശ്രീ അശോകൻ, അങ്ങനെ അടക്കം എല്ലാവരും അവരെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടാണ്. പിന്നെ വേറെ ഒരാൾ കൂടി ഉണ്ട്. മദനോത്സവം എന്ന സിനിമയിൽ സുരാജേട്ടൻ്റെ നായികയായിട്ട് അഭിനയിച്ച ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഭാമ അരുൺ. പേര് പറയാൻ ഓർക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഇവർ ഞങ്ങളുടെ കോളേജിലാണ് വന്നത്. BMC തൃക്കാക്കരയിൽ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ ഞങ്ങളുടെ കോളേജിൽ അടുത്ത പ്രൊമോഷനായിരുന്നു. ഈ കൊല്ലത്തെ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ പ്രൊമോഷനായിരുന്നു. ഞങ്ങളുടെ ആർട്സ് ഡേ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് ഇവരെ തന്നെയായിരുന്നു. ഈ ചിത്രം ടീം എല്ലാവരും വന്നു. ആസിഫ് അലി, അനശ്വര, ഈ സിനിമയുടെ ഡയറക്ടർ എല്ലാവരും വന്നു. പിന്നെ ഷോർട്ട് ഫിലിമിൽ ഒരുപാട് അറിയപ്പെട്ടിരുന്ന ഉണ്ണിലാലു ഉണ്ണിച്ചേട്ടൻ പുള്ളിയും വന്നു. പിന്നെ ഈ ഭാമാരുൺ ഈ ചേച്ചിയും വന്നു. മദനോത്സവത്തിലെ നായിക ഇവരും വന്നായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. ഇവർ
ആസിഫ് അലി കോളേജിൽ വന്ന് ഭയങ്കര ഉഷാറോട് വൈബായിരുന്നു എല്ലാവരോടും. പിന്നെ ഈ സിനിമയുടെ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ വളരെ ഇമോഷണലി സസ്പെൻസ് ത്രില്ലർ ആയിട്ട് പോയി കണ്ടാൽ മതിയെന്നായിരുന്നു. അത് എനിക്കാദ്യം തോന്നിയത് ഈ പ്രതീക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിനിമ ഒരു ട്വിസ്റ്റോ അങ്ങനത്തെ ഹൈ മൊമെൻറ്റ്സ് ഒക്കെ ഒരുപാട് തരുന്നൊരു പടമല്ല, എന്നാൽ പക്ക ക്ലാസിക്കലും എൻഗേജിങ് ആയിട്ട് പിടിച്ചെടുത്തുന്ന പടം. ഒരു തരി ലാഗ് പോലും അടുപ്പിച്ചില്ല എനിക്ക് സിനിമ മുഴുവൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 19 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. എന്നാൽ അത് ഒരു പെർഫെക്റ്റ് ഡ്യൂറേഷനിൽ അവർ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമ മൊത്തത്തിൽ. തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ഷൻ, തീയാണ് മേക്കിങ്, തീയാണ് പെർഫോമൻസ്, തീയാണ് എല്ലാം കൊണ്ടും പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് ഞാൻ എടുത്ത് പറയും. കാരണം എനിക്ക് അത്ര ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഈ സിനിമ കണ്ടപ്പോൾ. കിഷ്കിന്ദ എന്ന സിനിമയ്ക്ക് ശേഷം, സൂക്ഷ്മദർശിനി എന്ന സിനിമയ്ക്ക് ശേഷവും എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു പടമായിരുന്നു ഇത്. ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ഇതൊരു പക്ക പ്യുവർ ക്ലാസിക് മാസ്റ്റർ പീസാണ്. ജോഫിൻ ടി ചാക്കോ എന്ന ഡയറക്ടറിൻ്റെ 2ാമത്തെ സിനിമ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. ഒരു പക്ക പ്യുവർ ക്ലാസിക് മാസ്റ്റർ പീസ് ഐറ്റം. മൊത്തത്തിൽ ഈ സിനിമ ഒരു തിയേറ്ററിൽ തന്നെ എൻഗേജിങ്, ഒരു ക്ലാസിക് എൻഗേജിങ് ത്രില്ലർ എന്ന് പറയാം. പിന്നെ ഒട്ടേറെ അത്യാവശ്യം നല്ല സസ്പെൻസൊക്കെ നമ്മളെ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയ പോലെയായിരുന്നു സിനിമ. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങിൽ കിടക്കുള്ളൂ. കാരണം അത്ര ഒന്നും പറയാനില്ല. പിന്നെ അനശ്വര ആസിഫിലോട് എനിക്ക് ഒരുപാട് താങ്ക് യു യു ബോത്ത്. എന്നാ പെർഫോമൻസ് ആയിരുന്നു എൻ്റെ പൊന്നോ, 2 പേരും. സത്യം പറഞ്ഞ സിനിമ കഴിഞ്ഞ് നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ കൈ കൊടുത്ത് ഞാൻ അഭിനന്ദിക്കും. എത്ര പ്രത്യേകിച്ച് ആസിഫ് അലിയോട് എന്നാ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരുന്നു. ഒരു കിഡിലെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ പടത്തിൻ്റെ. എനിക്ക് ഒരു തരി നിരാശ തോന്നിയില്ല ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ. ഒരു നിരാശയും തോന്നിയില്ല. കാരണം ഈ പ്രീസ്റ്റ് എന്ന സിനിമയുടെ ഡയറക്ടറായ ജോഫിൻ ടി ചാക്കോ എന്നും വീണ്ടും ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഒരു ഉറപ്പ് എന്ന പോലെയാണ് എനിക്ക് രേഖാചിത്രം എന്ന സിനിമ കണ്ടപ്പോൾ. അപ്പോൾ ഇനി അദ്ദേഹം ഇതുപോലെ നല്ലൊരു സിനിമകൾ ചെയ്യുന്നതെന്ന് ആശംസിക്കുന്നു. ഈ സിനിമ തിയേറ്ററിൽ വലിയ വിജയം നേടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. രേഖാചിത്രം എന്ന സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുക ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഈ ചില സിനിമകളെ നശിപ്പിക്കാൻ വേണ്ടി എത്ര നല്ല ഗംഭീര സിനിമ ഇറങ്ങിയാലും അതിനെ ഒന്ന് വീഴ്ത്താനായിട്ട് ചില ഡീഗ്രേഡിങ് ആയിട്ട് കുറേ ഇരപ്പുകൾ ഇറങ്ങിക്കോളും. പക്ഷേ നിങ്ങളൊന്നും അതൊന്നും കാര്യമാക്കണ്ട. ചിലപ്പോൾ ഇവന്മാർ ഫേസ്ബുക്കിൽ കൂടി അത്രയ്ക്കൊന്നും ഇല്ല, ഡീസൻ്റാണ്, അത്ര ഒന്നും ഉള്ളൂ, അങ്ങനെ വന്ന ഓരോ മൂഡ്. നിങ്ങളത് കേൾക്കണ്ട. ശരിയായ ജെന്യുവൻ അഭിപ്രായമാണ്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ ഗംഭീരം തന്നെ പറയാം. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ തന്നെ ഞാൻ പറയും. ഇത് തിയേറ്ററിൽ മിസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. OTT കണ്ടാൽ നിങ്ങൾക്ക് ഈ OTT കിടന്ന് ചില നെഗറ്റീവ് അടിച്ച പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക. മറിച്ച് ഇത് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു വൈബ് എന്താണെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 5 തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും സുലാൻ.